അബോർഷനായ കുഞ്ഞുങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുമോ? നമ്മൾ കുഞ്ഞി പൈതങ്ങളുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഒരു ദിവസമാണ്. ചിലർക്ക് ഒരു കൺഫ്യൂഷനുണ്ട്. കാരണം യോഹന്നാൻ 3-ാം അധ്യായം വായിക്കുമ്പോൾ ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കില്ല. അപ്പോൾ ഈ അബോർഷനായ കുഞ്ഞുങ്ങൾക്ക് അതിനുള്ള ചാൻസ് കിട്ടിയിട്ടുണ്ടോ? അവർക്കെങ്ങനെ സ്വർഗത്തിൽ പോകാൻ പറ്റും എന്നുള്ള ന്യായമായ ഒരു ചിന്ത, ഒരു ഡൗട്ട്, ഒരു സംശയം ആർക്ക് വേണേലും അവരുടെ മനസ്സിൽ വരാവുന്നതാണ്. ഒരു സ്ത്രീയുടെ കഥ ഞാൻ കേട്ടതാണ്. ഒരു സൂചിപ്പിച്ചൊരു കാര്യം, എനിക്ക് നന്നായിട്ടൊന്ന് ഉറങ്ങാൻ പോലും പറ്റത്തില്ല. ഞാൻ വേണേ ഉറങ്ങാൻ കിടന്ന് കണ്ണുനടച്ച് ചെറുതായിട്ടൊന്ന് മയങ്ങിക്കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വരുന്ന ചില ചിന്തകൾ, ഒരു കൊച്ചിൻ്റെ കരച്ചിൽ ഞാൻ കേൾക്കുക. അങ്ങനെ ഈ കൊച്ച് കരയുന്ന ആ ഒരു സ്വരം കേട്ടാണ് ഞാൻ ഞെട്ടി ഉണരുന്നത്. ചോദിച്ച് വന്നപ്പോഴത്തേക്കും അവർക്ക് വിദേശത്ത് പോകുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് പേപ്പർ വർക്ക് നീക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് ഇവർ ഗർഭിണിയാണ് എന്നുള്ള ആ ഒരു കാര്യം അറിഞ്ഞത്. അത് പിന്നെ അവർ രണ്ടുപേരും കൂടെ തീരുമാനിച്ച് അബോർഷനാക്കി. കാരണം പുറത്തോട്ട് പോകാൻ വേണ്ടി. ഇനി ആ ഒരു കാര്യം പാതി വഴിയിൽ ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി അവരെടുത്തൊരു തീരുമാനം, അബോർഷൻ നടത്തി. അതിൻ്റെ ചിന്തകൾ ഇവരുടെ മനസ്സിൽ കിടന്നിട്ട് നാളുകൾ കഴിഞ്ഞിട്ടും അത് മനസ്സിൽ നിന്ന് മായാതെ അവരിപ്പം ഉറങ്ങാൻ തുടങ്ങി കഴിയുമ്പോൾ കൊച്ചു കരയുന്നത് പോലത്തെ അവസ്ഥ. ഇങ്ങനെയുള്ള വേദനകളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളുണ്ട്. ആ കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്ത് എന്ന് ചിന്തിക്കുന്ന വ്യക്തികളുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വിഷയം മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ നല്ലതാണ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മൾ കുഞ്ഞിപ്പൈതങ്ങളുടെ തിരുനാൾ ആഘോഷിക്കാൻ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ ആദ്യ വചനങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഏതാനും ചില കാര്യങ്ങളുണ്ട്. ജ്ഞാനികളുടെ സന്ദർശനം. പൗരസ്ത്യദേശത്തെ ജ്ഞാനികൾക്ക് ദൈവം ഒരു സന്ദേശം കൊടുത്തു യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച്. ഇനി അവരത് കേട്ടിട്ട് അവർക്ക് കിട്ടിയ ഇൻഫർമേഷൻ വെച്ച് അവർ വരുന്നത് കാണാൻ പറ്റും ബേത്ലഹേമിലേക്ക്. അവിടെ വന്ന് അന്ന് ഹെറോദേസ് രാജാവ്, മഹാനായ ഹെറോദേസ്, അദ്ദേഹമായിരുന്നു യേശുവിൻ്റെ ജനന സമയത്ത് രാജ്യം ഭരിച്ചിരുന്ന വ്യക്തി. ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ ജ്ഞാനികൾ വന്നു, കാര്യം പറഞ്ഞു. ഹെറോദേസ് അസ്വസ്ഥനായി. ജ്ഞാനിയുടെ രാജാവായി ഉള്ളപ്പോൾ മറ്റൊരു രാജാവോ തൻ്റെ കസേര പോകുമോ, അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ അവനെ അസ്വസ്ഥനാക്കി. ഇവരോട് പറഞ്ഞു, നിങ്ങൾ പോയിട്ട് സൂക്ഷ്മമായിട്ട് അന്വേഷിച്ച് കുട്ടിയെ കണ്ടെത്തുക, ആരാധിക്കുക, എന്നിട്ട് തിരിച്ച് വന്ന് എന്നോട് പറയുക, ഞാൻ പോയിട്ട് ആരാധിക്കാൻ വേണ്ടി. പക്ഷെ ഇവൻ്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് ദൈവത്തിന് അറിയായിരുന്നു. അതുകൊണ്ട് ദൂതൻ കൊടുത്ത സന്ദേശം അനുസരിച്ച് അവർ മറ്റൊരു വഴിയെ അവിടെ നിന്ന് മടങ്ങി. രാജാവിനെ കബളിപ്പിച്ചു പോയി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹം രോഷാകുലനായി ഓർഡർ ഇട്ടു, 2 വയസ്സിനും അതിൽ താഴെ പ്രായമുള്ള ബേത്ലഹേം അതുപോലെ സമീപ പ്രദേശങ്ങളിലുള്ള എല്ലാ ആൺകുഞ്ഞുങ്ങളെയും വധിച്ചു കളയുക. അതിൻ്റെ ഫലമായിട്ട് ഈ ഒരു ആക്ഷൻ നടന്നപ്പോൾ പല കുടുംബങ്ങളിൽ നിന്നും നിലവിളികൾ ഉയർന്നു. റാമായിലെ കരച്ചില് അവിടെ നമുക്ക് കാണാൻ സാധിക്കും. പല കുഞ്ഞുങ്ങളും ഈ ക്രൂര വിനോദത്തിന് ഇരയായി മാറി. അവരെ നഷ്ടപ്പെട്ട കുടുംബാംഗങ്ങളുടെ ആ കരച്ചില് അവിടെ നമുക്ക് കാണാൻ സാധിക്കും. റാഹേൽ ചങ്കുപൊട്ടി കരയുന്ന ഒരു രംഗം ഈ ഒരു വചനഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും. രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, അബോർഷൻ എന്ന് പറയുന്നത് ഏതാണ്ട് ഇതുപോലൊരു ക്രൂര വിനോദമാണ്. ഗർഭസ്ഥ ശിശുവിനെ നശിപ്പിക്കുന്നത് ഒരു ക്രൂര വിനോദമാണ്. നമുക്ക് കാണാൻ സാധിക്കും. ഏതാനും വചനങ്ങൾ എടുക്കുമ്പോൾ ജ്ഞാനത്തിന് പുസ്തകം 12-ാം അധ്യായം 6-ാമത്തെ വചനം പഠിപ്പിക്കുന്നത്, നിസ്സഹായരായ കുഞ്ഞുങ്ങളെ വധിച്ച അവരുടെ മാതാപിതാക്കൾക്ക് ലഭിച്ച ശിക്ഷയെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. നമ്മൾ അബോർഷന് വിധേയപ്പെടുമ്പോൾ നിസ്സഹായരായ കുഞ്ഞുങ്ങളെ നശിപ്പിക്കുന്നു, വധിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ നമ്മൾ ഒരുപാട് പാടുപെടേണ്ടതില്ല. എസെക്കിയേൽ 18-ന്റെ 4-ാമത്തെ വചനം എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരുടെയും ജീവൻ എൻ്റേതാണ്. ഗർഭസ്ഥ ശിശുവിൻ്റെ ജീവനും ദൈവത്തിൻ്റെ സ്വന്തമാണ്. അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ അവകാശത്തിൽ നമ്മൾ കൈയിടുകയാണ് ഈ അബോർഷന് പോകുമ്പോൾ എന്നുള്ളത് നാം തിരിച്ചറിയണം. സുഭാഷിതങ്ങൾ 20:27-ാമത്തെ വചനം പറയുന്നുണ്ട്, മനുഷ്യന്റെ ചേതന ദൈവം അവനിൽ കൊളുത്തിയ വിളക്കാണ്. ജനിച്ചു വീണ കൊച്ചാണേലും ഗർഭസ്ഥ ശിശുവാണേലും ആ കുഞ്ഞിനൊരു ജീവനുണ്ട്. അത് ദൈവം കൊളുത്തിയ വിളക്കാണ്. അത് കത്തിത്തീരേണ്ടതാണ്, അല്ലാതെ ഊതിക്കെടുത്തേണ്ടതല്ല. ഇതുപോലെ അബോർഷൻ നടത്തുമ്പോൾ, ആത്മഹത്യ ചെയ്യുമ്പോൾ ആ വിളക്ക് നമ്മൾ ഊതിക്കെടുത്താൻ പോവുകയാണ് ചെയ്യുന്നത്. അത് മാരകമായൊരു പാപമാണ് എന്നുള്ളത് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അവസാനമായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത്, ഈ മാമോദീസ സ്വീകരിക്കാത്ത
കുഞ്ഞുങ്ങള്, അതുപോലെ തന്നെ യേശുവിനെ അറിയാതെ പോയ വ്യക്തികള്, അവരുടെ ഭാവി എന്താണ്? ഇവർക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുമോ? കത്തോലിക്കാ സഭ നമ്മെ പഠിപ്പിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് തെറ്റായിട്ടുള്ള ചില ധാരണകൾ നമ്മുടെ മനസ്സിൽ കിടക്കാം. കത്തോലിക്കാ സഭ പറയുന്നൊരു കാര്യമുണ്ട്, ദെയർ ഈസ് സാൽവേഷൻ ഔട്ട്സൈഡ് ദ കാത്തലിക് ചർച്ച്. സഭയ്ക്ക് പുറമേയും രക്ഷയുണ്ട്. അതെങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. തൻ്റെതായ കാരണത്താൽ അല്ലാതെ ഒരുവൻ യേശുവിനെ അറിയാതെ പോവുകയും എന്നാൽ അവരുടെ മനസാക്ഷിക്കനുസരിച്ച് നല്ല ജീവിതം അവർ ജീവിച്ചിട്ടുണ്ടെങ്കിൽ, യേശു എന്നറിഞ്ഞ് യേശു എന്ന നാമം വിളിച്ചല്ലായിരിക്കാം, പക്ഷെ അവരുടെ മനസാക്ഷിക്കനുസരിച്ച് നല്ല ഒരു ജീവിതം അവർ ജീവിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് അതിന് പ്രതിഫലം കൊടുക്കാൻ പറ്റും. അവരെ സ്വർഗത്തിലേക്ക് അനയിക്കാൻ ദൈവത്തിന് കഴിയും എന്നുള്ളത് സഭ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. മറ്റൊന്ന്, ഈ നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളെക്കുറിച്ചും സഭ പഠിപ്പിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ അനന്ത കാരുണ്യത്തിൽ അവർക്ക് സ്വർഗത്തിൻ്റെ ആ കവാടം തുറന്നു കൊടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഈ കുഞ്ഞു പൈതങ്ങളുടെ തിരുനാള് നമ്മൾ ആഘോഷിക്കുന്നത് പോലെ. ഇവിടെ ഇക്കാര്യങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് നമുക്കിന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈ അബോർഷൻ എന്ന ക്രൂര വിനോദം, അതിലേക്ക് ആരും പോകാതിരിക്കാൻ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മളിന്ന് ഒരു കോമൺ നിയോഗമായിട്ട് വയ്ക്കുന്നത്, അബോർഷൻ നടത്തിയതിൻ്റെ കുറ്റബോധം അതിങ്ങനെ മാറാതെ മനസ്സിൽ കിടക്കുന്ന വ്യക്തികളുണ്ട്. അവർക്ക് ആന്തരിക സൗഖ്യവും ദൈവത്തിൻ്റെ കരുണയും കിട്ടുവാൻ ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം. അനന്തകാരുണ്യവാനും ദയാനിധിയുമായ ദൈവമേ, അബോർഷനായ എല്ലാ കുഞ്ഞുങ്ങളെയും അബോർഷരാക്കപ്പെട്ട എല്ലാ കുഞ്ഞു പൈതങ്ങളെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അവരുടെ ആത്മാവ് സ്വർഗത്തിൽ വിശ്രമം കൊള്ളാൻ അനുഗ്രഹിക്കണമേ. അബോർഷൻ നടത്തിയതിൻ്റെ കുറ്റബോധത്തിൽ കഴിയുന്നവർക്ക് ആശ്വാസവും സൗഖ്യവും പ്രദാനം ചെയ്യണമേ. മക്കളില്ലാത്ത ദമ്പതിമാരെ സന്താന ഭാഗ്യം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ആമേൻ. ഇന്നിൻ്റെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നമ്മുടെ കുടുംബത്തെ, കുടുംബാംഗങ്ങളെ നാം ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവേ ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അവിടുന്ന് പരിഗണിച്ച് ഞങ്ങൾക്ക് നന്മയാകുന്നത് നൽകി അനുഗ്രഹിക്കുവാൻ തിരുവുള്ളമാകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും നമുക്ക് ഒന്നിക്കാം. നാളത്തെ ദിവസം ഈശോ നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.